ഹലോ, വെൽക്കം ബാക്ക് ടു അനീക്കാസ് കിച്ചൻ. ഇന്നെനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്, ഉമ്മയുടെ അടുത്താണ്. അപ്പം എൻ്റെ ഉമ്മയുടെ ചേട്ടത്തി എൻ്റെ സോറുമ്മ വന്നിട്ടുണ്ട് കേട്ടോ. സോറുമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് വലിയ ചെമ്മീനും അവിടെ വലയിടലുള്ള സ്ഥലത്തു നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഊണ് റെഡിയാക്കി എടുത്താലോ. അപ്പോൾ ആ മീനൊക്കെ മുറിച്ച് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീൻ പൊരിക്കണം, കുറച്ച് മുളകിടണം. പൊരിക്കാനുള്ള മീനൊക്കെ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് മസാല തേച്ചിട്ട് അത് പുരട്ടി അത് മാറ്റി വെക്കാം. ഇനി അതേ ചട്ടിയിലോട്ട് തന്നെ ബാക്കിയുള്ള മീനും ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പൊടി ഇട്ടിട്ട് മിക്സാക്കിയിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയുടെ പകുതിയും കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കൊടമ്പുളി പാകത്തിന് ചേർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതവിടെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ നല്ല രസമാണ് കേട്ടോ. കാരണം എല്ലാവരും കൂടെ ആയിട്ട് കുക്ക് ചെയ്യുമ്പം അതൊരു രസമാണല്ലോ. ഞാനും അനിയത്തിയും ഉമ്മയും ഒക്കെ, പിന്നെ പോരാത്തതിന് മൂത്തുമ്മ അവിടെ ഇരുന്ന് ഒരേ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാനത് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ മൂത്തുമ്മയും അനിയത്തിയും കൂടെ ചക്കക്കുരുവൊക്കെ കട്ട് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതേ കുക്കറിലോട്ട് തന്നെ ചക്കക്കുരുവൊക്കെ മാറ്റിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടി വന്നപ്പോഴേക്കും വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സവാളയും കൂടെ ചേർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചതച്ച മുളകാണ് ഇടുന്നത്. ചതച്ച മുളകും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ആ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീറ്റിൽ നിന്ന് ഒരു 5-6 ചെമ്മീൻ ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ചെമ്മീനൊന്ന് വേകണമല്ലോ. ഇത് ആദ്യം ചക്കക്കുരുവിൻ്റെ ഒപ്പം വേവിച്ചാൽ മതിയായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇവിടെ നമ്മുടെ മീൻ മുളകിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ചക്കക്കുരുവിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ചെമ്മീത്തിലോട്ട് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ചെമ്മീനൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് വേണം ഇനി ചക്കക്കുരു ഇടാനായിട്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ആ ചക്കക്കുരു ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇളക്കി യോജിപ്പിച്ചാൽ ചക്കക്കുരു ഉള്ളിമുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം ഇട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കണേ ഉള്ളൂ, അനിയത്തിയാണ് കേട്ടോ കുക്ക് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഇട്ട് അത് പൊട്ടി വന്നതിന് ശേഷം നമുക്കിനി വേപ്പിലിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അനിയത്തി. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കുനുകുനാന്നാണ്. അപ്പോൾ സവാളയൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ആ സവാളയൊക്കെ നല്ലൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഒരു തക്കാളിയുടെ പകുതി, ഒരു വലിയ തക്കാളി പകുതി ചെമ്മീത്തിലെടുത്ത് പകുതി മീൻ മുളകിട്ടയിലിട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണാൻ രാവിലെ ഉമ്മ എടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പകുതി കഷ്ണം അവിടെ ഇരിക്കണം. ഞാൻ പറഞ്ഞാൽ അതും കൂടെ അരിഞ്ഞിട്ടോ എന്ന് പറഞ്ഞപ്പോൾ അനിയത്തി അതുകൂടെ അരിഞ്ഞിട്ട് അതും വഴറ്റിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്ത് നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ നിരത്തി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കൊടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. വെള്ളം ഒഴിച്ച് അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കുമ്പോൾ ഇതുപോലെ ആകും. ഇനി ഒരു അല്പം കൂടെ വെള്ളം ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നല്ല രുചികരമായ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയാണ് അടുത്ത രസം. മീൻ പൊരിക്കാനായിട്ട് ഇപ്പം ആ മീനിൽ കുറച്ച് മുള്ളന് ഒരു ചെറിയ ഇത്രയും മുള്ളനൊരു മാന്തളുണ്ട്. ഞാനും അനിയത്തിയും മറ്റുള്ള മീനൊന്നും കൂട്ടില്ല, ഇത് കൂട്ടും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഫസ്റ്റിൽ അത് പൊരിച്ച് മാറ്റി. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ കുട്ടനും മണങ്ങും ഒക്കെ. അപ്പോൾ ചോറും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാട്ടോ.